2026 മെയ് 4 തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട നാള്. MGRനെയും ജയലളിതയെയും കരുണാനിധിയെയും പോലുള്ള മഹാരഥന്മാർ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത രാഷ്ട്രീയ ഉയരങ്ങൾ വിജയ് ഇത്രയും കുറഞ്ഞ കാലത്തിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നേടിയെടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 2024 ഫെബ്രുവരി 2 അദ്ദേഹം തമിഴക വെട്രിക്കഴകം TVK എന്ന പാർട്ടി തുടങ്ങുന്നത്. വെറും 2 വർഷത്തിനുള്ളിൽ തന്നെ TVK 100-ലധികം സീറ്റുകൾ ലീഡ് ചെയ്തുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ബട്ട് ഹൗ? എങ്ങനെയാണ് വിജയ്ക്ക് ഇത്രയും ചെറിയൊരു കാലയളവിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചത്? There are so many jackals and other animals in the forest, but there will be only one lion, and even if it is single, it will be the king of jungle. Ready? വിജയുടെ ഈ ചരിത്രപ്രധാനമായ നേട്ടത്തിന് പിന്നിലെ 5 പ്രധാന കാരണങ്ങൾ നോക്കിയാലോ? അപ്പൊ വീഡിയോ പൂർണ്ണമായി കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തലപതി വിജയുടെ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം യൂത്ത് ഫാക്ടറാണ്. വിജയ് മറ്റു നടന്മാരെ പോലെ വെറും ഫാൻസ് ക്ലബ്ബുകളെ മാത്രം ആശ്രയിച്ചല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. തമിഴ്നാട്ടിലെ യുവതലമുറയെ അയാൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തു. ഇത്തവണത്തെ 85% പോളിംഗ് അതിന്റെ തെളിവാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർ പോലും TVK ആണ് തങ്ങളുടെ ഓപ്ഷനായി തിരഞ്ഞെടുത്തത്. ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം വിജയ്ക്ക് നിൽക്കാൻ സാധിച്ചു. 2 സോളോ ഗാമ്പിൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലെ സഖ്യമുണ്ടാക്കാൻ നോക്കാതെ തന്റെ പാർട്ടിയായ TVK ഉപയോഗിച്ച് വിജയ് 234 സീറ്റുകളിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഇതിലൂടെ ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള ശക്തമായ സന്ദേശം വോട്ടർമാർക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിലവിലെ DMKയുടെ ഭരണത്തോട് എതിർപ്പുള്ള ആളുകളുടെ വോട്ടുകൾ വിജയ്ക്ക് ലഭിച്ചു. വിജയുടെ പേരിലുള്ള ബ്രാൻഡ് കൊണ്ട് DMK, AIDMK പോലുള്ള വലിയ പാർട്ടികളോട് പോലും അദ്ദേഹത്തിന് നേരിട്ട് മത്സരിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ കാരണം അർബൻ ഷിഫ്റ്റ് ആണ്. DMKയുടെ കോട്ടകളായ ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ വലിയ മാറ്റമാണ് കണ്ടത്. പ്രമുഖ മന്ത്രിമാർ പോലും DMKയുടെ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ പതറി. ഏറ്റവും രസകരമായ സംഭവം MK സ്റ്റാലിൻ കോളത്തൂർ മണ്ഡലത്തിൽ തോറ്റു എന്നതാണ്. വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലെ ലീഡ് കാണിക്കുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അദ്ദേഹത്തിന് ഒരുപോലെ ശക്തമായ പിന്തുണ ഉണ്ടെന്നാണ്. നാലാമത്തെ റീസൺ ജനങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയുള്ള അപ്പീലാണ്. വർഷങ്ങളായി തമിഴ്നാട് മാറി മാറി ഭരിക്കുന്ന DMK, AIADMK രാഷ്ട്രീയത്തിൽ മടുത്ത വോട്ടർമാർക്ക് വിജയ് ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു. അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടും ക്ലീൻ ഇമേജും എല്ലാം ജനങ്ങളെ വിജയിലേക്ക് ആകർഷിച്ചു. യുവാക്കൾക്ക് ജോലിയും ഭരണപരമായ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്ത മാനിഫെസ്റ്റോ കുടുംബങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. അഞ്ചാമത്തതും വിജയുടെ വിജയത്തിനു മുന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ കാര്യം ഗ്രൗണ്ട് വർക്ക് തന്നെയാണ്. TVK എന്ന പാർട്ടി പുതിയതാണെങ്കിലും വിജയ് എന്ന ബ്രാൻഡ് ജനങ്ങൾക്കിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട്. പഠന സഹായം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായ ഓറ ഈ ഒരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വലിയൊരു ഫ്യൂവലായി മാറി. വെറും സിനിമയിലുള്ള സ്റ്റാർഡം കൊണ്ട് മാത്രമല്ല, വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ സേവനം കൊണ്ട് കൂടിയാണ് ഈ വിജയം അദ്ദേഹത്തിന് സ്വന്തമായത്. റിയൽ പൊളിറ്റിക്സിൽ നിന്ന് റിയൽ പൊളിറ്റിക്സിലേക്ക് തലപതി വരുമ്പോൾ എന്തെല്ലാം മാറ്റമായിരിക്കാം തമിഴ്നാട് സംഭവിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ ഒരു നല്ല CM ആകാൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ജെനുവിനായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.